നമസ്കാരം. LP സ്കൂൾ ഇന്ത്യയിലോട്ട് സ്വാഗതം. നമ്മൾ നേരത്തെ നിർത്തി വെച്ചിരിക്കുന്നിടത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ടോപ്പിലെ ഈ സ്ലൈഡർ സെക്ഷൻ കഴിഞ്ഞു, എബൌട്ട് സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് എന്താണ്? അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് നോക്കിയല്ലേ ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈഡർ കഴിഞ്ഞു, എബൌട്ട് സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് സെക്ഷനാണ്. ഇതൊരു വ്യത്യസ്തമായൊരു സെക്ഷനാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ഒരല്പം വലുതാക്കി കഴിഞ്ഞാൽ ഒരു റോ ഉണ്ട് ഇതുപോലെ. ഞാനിതൊന്ന് സൂം ഔട്ട് ചെയ്തോട്ടെ, ഇച്ചിരി കൂടി കാണാൻ പറ്റും പ്രോപ്പറായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുക, ഒരു റോ ഉണ്ട്. ഈ ബ്ലൂ കളർ ഇരിക്കുന്ന മൊത്തം ഒരു റോ ആണ്. അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു ഭാഗവും റൈറ്റ് സൈഡിലിരിക്കുന്ന വേറൊരു ഭാഗവും. ഇനി ഈ റൈറ്റ് സൈഡിലിരിക്കുന്ന ഭാഗങ്ങൾ അതിൽ തന്നെ 2 റോയും 3 കോളങ്ങൾ വീതം ഉണ്ട്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് ഞാൻ പറഞ്ഞില്ല. ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലേഔട്ടിങ്ങിൽ കാണാം. ബൂട്ട് സ്ട്രാപ്പ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിന് 12 കോളങ്ങളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് കോളം 1 എങ്ങനെ കോളം 1 അങ്ങനെ 12 തവണ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ കോളം 4 എന്നിങ്ങനെ 3 തവണ എഴുതിയാൽ നമുക്കൊരു കോളം കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ എന്താ പറയുക, പ്രോഗ്രാമിൽ പോയിട്ട് ഞാനിവിടുന്ന് ആദ്യം നമ്മളൊരു സെക്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നു, സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. SECTION സെക്ഷൻ ക്ലോസ് ചെയ്തു. ഇനി ഈ സെക്ഷനിൽ നമുക്ക് മാർജിൻ അതായത് മാർജിൻ ടോപ്പ് 5 കൊടുക്കാം. P2 കൊടുക്കാം. നമ്മൾ മുകളിൽ എന്താ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ P2 അത് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി അതിനകത്തൊരു റോ ഉണ്ടാക്കണം. ഡെവ് ക്ലാസ് റോ. ഓക്കെ, ഈ റോയ്ക്കകത്ത് 2 കോളംസ് ഉണ്ടാക്കണം. div class call, വീണ്ടും div class call. അപ്പോൾ നിങ്ങൾ ഈ കോളത്തിന് നിങ്ങളിങ്ങനെ സൈസ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബൂട്ട് സ്ട്രാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഓരോ കോളം, നിങ്ങൾ എത്ര കോളംസ് ഒരു റോയ്ക്കകത്തുണ്ടോ അതുപോലെ ഡിവൈഡ് ചെയ്യും. നിങ്ങളിങ്ങനെ 12 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോന്നിനും കോളം 1 എന്ന സൈസ് ഓട്ടോമാറ്റിക് വരും. നമ്മൾ 2 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബൈ ഡീഫോൾട്ട് ആദ്യത്തെ കോളം 6 ആണ്, രണ്ടാമത്തെ കോളം 6 ആണ്. അങ്ങനെയാണ് പ്രോപ്പർട്ടീസ് അത് വരിക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്തായിരിക്കുന്നത്, ഒരു ടെക്സ്റ്റാണ് ആദ്യത്തെ കോളത്തിലിരിക്കുന്നത്. ഓക്കെ, നമുക്കത് കൊടുക്കാം. ഈ കോളത്തിൽ നമുക്കൊരു ടെക്സ്റ്റ് വേണം. അപ്പോൾ ഒരു ഹെഡിങ്ങും ഒരു ഇച്ചിരി ടെക്സ്റ്റും. അപ്പോൾ ഹെഡിങ് നമ്മൾ മിനിഞ്ഞാന്ന് ചെയ്ത പോലെ തന്നെ ഇവിടെ H2 എബൌട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് H2 തന്നെ കൊടുക്കാൻ പോവാണ്. ഏരിയ ഓഫ് എക്സ്പെർട്ടീസ്. നമ്മുടെ കയ്യിൽ വേറെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് തന്നെ കോപ്പി ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി ടെക്സ്റ്റ് എപ്പോഴും നമ്മൾ P ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഞാനിതിങ്ങനെ കോപ്പി ചെയ്യാണ്. അതിന് താഴെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ചെയ്ത പോലെ തന്നെ മുകളിൽ നമ്മൾ ചെയ്ത അതേ ബട്ടൺ തന്നെ ഞാൻ കോപ്പി ചെയ്ത് വീണ്ടും പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ സൂം ഇൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ നോർമൽ സൈസിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കോളം ചെറുതാണ്, റൈറ്റ് സൈഡിലിരിക്കുന്ന കോളം വലുതാണ്. അപ്പം അതുപോലെ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കോളത്തിന് ഞാൻ കോളം 3 എന്ന സൈസ് കൊടുക്കുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ ചെയ്യാൻ പോകുന്ന കോളത്തിന് ഞാൻ കോളം 9 എന്ന സൈസ് കൊടുക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന കോളം ഭൂരിഭാഗം സ്ക്രീൻ സ്പേസ് എടുക്കുന്നതാണ്. ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കണ്ടില്ലേ, നമ്മൾ ചെയ്ത പോലെ കോളം, അതായത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു സ്പേസ് ആകെ 3 യൂണിറ്റ്സിൻ്റെ സ്പേസ് എടുത്തിട്ടുള്ളൂ. റൈറ്റ് സൈഡ് മൊത്തം ഫ്രീ ആണ്. ഇനി ഈ റൈറ്റ് സൈഡിനകത്ത് നമുക്ക് 2 റോ വേണം അല്ലേ. സോ ഞാൻ ആദ്യം അതിനകത്തൊരു div ക്ലാസ് റോ ചെയ്യാൻ പോവാണ്. അപ്പോൾ റോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കോളംസ് വേണം. അപ്പോൾ ആദ്യം div ക്ലാസ് കോൾ, എന്നിട്ട് കോളം 4 എന്ന സൈസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. കാരണം ഒരു റോയിൽ നമുക്ക് 3 കോളങ്ങളാണ് വേണ്ടത്. അപ്പോൾ 4, 8, 12 ഇങ്ങനെ 3 കൊടുത്തു കഴിയുമ്പോൾ, ഇപ്പോൾ ഞാനിങ്ങനെ കൊടുത്തില്ലേ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ, ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ എന്താ ചെയ്യുക, ആദ്യം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കണ്ടില്ലേ, ഒരു കോളത്തിന് ഇച്ചിരി ലൈറ്റ് ബ്ലൂവും രണ്ടാമത്തെ കോളത്തിന് വേറൊരു ടൈപ്പ് ബ്ലൂ ആണ്. നമുക്ക് ആദ്യം അങ്ങനെ ഈ കളറിങ് സ്കീം ഒന്ന് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഏരിയ മൊത്തത്തിന് വേണ്ടി അതായത് ഈ സെക്ഷന് തന്നെ
സെക്ഷനകത്തുള്ള റോയ്ക്ക് ഞാൻ BG info എന്ന കളറാണ് കൊടുക്കാൻ പോകുന്നത്. BG info എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഒരു കളറാണ്. അതൊരു സയാൻ പോലത്തെ ഒരു കളറാണ്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആക്കാണ്. ടെക്സ്റ്റ് വൈറ്റ്. അപ്പോൾ ഏകദേശം ഒരു വൈറ്റും ഒരു 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 ഡീസൻറ്റ് കളർ സ്കീമിലോട്ട് നമ്മൾ എത്തി. ഓൾറൈറ്റ്, BG ടെക്സ്റ്റ്. ഓൾറൈറ്റ്, ഇനി ഇത് ഏത് കളർ കോഡാണെന്ന് നോക്കാം. ഈ എന്താ പറയുക, ഈ സയാൻ ഉണ്ടല്ലോ, ഈ സയാൻ്റെ കളർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൊത്തം റോയ്ക്കല്ലേ നമ്മൾ കളർ കൊടുത്ത്, ആ റോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കിട്ടും. ഈ കളർ കോഡ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെബ്സൈറ്റിൽ കളർ ഹെക്സ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കളർ സ്കീം കിട്ടും. അപ്പോൾ ഈ കളർ സ്കീമിൽ നിന്ന് നമുക്ക് 2 കളർ എടുത്ത് ഇതുപോലെ അല്പം ലൈറ്റും അല്പം ഡാർക്കും ഉള്ളൊരു വെർഷൻ ഉണ്ടാക്കാം. അപ്പോൾ കളർ ഹെക്സയിൽ നമ്മുടെ കളർ എന്ന് പറയുന്നത് 17828 ആണ്. ഇതാണ് നമ്മുടെ കളർ. അപ്പോൾ ഒരു ഡാർക്കർ വെർഷനും ഒരു ലൈറ്റർ വെർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡാർക്കർ വെർഷൻ. അപ്പോൾ ഞാൻ സ്റ്റൈലിനകത്ത് പോയിട്ട് എക്സ്പെർട്ടീസ് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് ഈ കളർ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി എക്സ്പെർട്ടീസ് ലൈറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു കളർ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടേത്, ഇതാണ് ലൈറ്റർ വെർഷൻ. ഈ കളർ എടുത്ത് ഞാൻ കോപ്പി ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ചെയ്ത കളർ ഈ കോളങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കോളം 4 ആണ്. ഈ ആദ്യത്തെ കോളം ഡാർക്ക് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഞാൻ എക്സ്പെർട്ടീസ് ഡാർക്ക് എന്ന ക്ലാസ് ഞാൻ കൊടുക്കുന്നു. അടുത്തതിനാണെങ്കിൽ എക്സ്പെർട്ടീസ് ലൈറ്റ് എന്ന ക്ലാസ് ഞാൻ കൊടുക്കുന്നു. എക്സ്പെർട്ടീസ് ലൈറ്റ്. മൂന്നാമത്തതിന് വീണ്ടും എക്സ്പെർട്ടീസ് ഡാർക്ക്. ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ കളർ വേരിയേഷൻ ഞാനിങ്ങനെ ചുമ്മാ ABC എന്നൊരു 3 ടെക്സ്റ്റ് കൊടുക്കാൻ പോവാണ്, ജസ്റ്റ് ആ കളർ വേരിയേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആദ്യത്തത് ഇച്ചിരി ലൈറ്റാണ്. രണ്ടാമത്തെ കളർ നമ്മുടെ ടോട്ടൽ കളറുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. 19B1C9 19B1C9 15 ഇത്ര വ്യത്യാസമുണ്ടല്ലോ. എന്നാലും കുറച്ചും കൂടി വ്യത്യാസമുള്ള മറ്റൊരു കളർ ഞാൻ എടുക്കട്ടെ, ജസ്റ്റ് ടു ബി 100% ഷുവർ. എക്സ്പെർട്ടീസ് ഡാർക്ക്. ഇത് എക്സ്പെർട്ടീസ് ലൈറ്റ് ആണ്, ഇത് പേര് മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ടില്ലേ, ഡാർക്ക് ലൈറ്റ് ഡാർക്ക്, ഇങ്ങനെ ഒരു കളർ വേരിയേഷനിൽ നമ്മളെത്തി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പുതിയൊരു റോ ഉണ്ടാക്കുന്നതിന് പകരം ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്യാണ്. ഇപ്പോൾ 4, 8, 12 ഒരു റോ കഴിഞ്ഞല്ലേ. ഇപ്പോൾ ഈ അടുത്ത 4 ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത റോയിലോട്ട് ഓവർഫ്ലോ ആവും ഇതുപോലെ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തത് ലൈറ്റാണ്. ഡാർക്ക് ലൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള 6 കോളങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഡാർക്ക് ലൈറ്റ് ഇങ്ങനെ കളർ സ്കീം വെച്ചിട്ട് നമ്മൾ കോളം ഉണ്ടാക്കി. സോ ഇതിനകത്ത് നമുക്കിനൊരു ഐക്കൺസ് ആണ് ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഇതിനകത്ത് ഒരു ഐക്കണും ഒരു ടെക്സ്റ്റുമാണ് ഉള്ളത്. നമുക്ക് അതുപോലെയാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇതിനകത്തോട്ടൊരു ഇമേജ്, ഞാൻ നേരത്തെ തന്നെ ഒരു ഇത്രയും ഐക്കൺസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഐക്കൺസ് ഞാൻ നമ്മുടെ ഇമേജസ് ഫോൾഡറിനകത്ത് ഐക്കൺസ് ഫോൾഡറിനകത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐക്കൺസ് നമുക്കിങ്ങനെ ലോഡ് ചെയ്യാം. IMG_SRC, അതായത് ഇമേജസ് എന്ന ഫോൾഡറിനകത്ത് ഐക്കൺസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഉള്ളത്. അപ്പോൾ ആദ്യം എന്താണ്, ആദ്യം ആർച്ചസ് archs.png. അപ്പോൾ ഐക്കൺസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണം. കാരണം PNG ഫോർമാറ്റിനകത്ത് ബാക്ക്ഗ്രൗണ്ട് വരത്തില്ല, ആ ഐക്കൺ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ആണ്, കാരണം ഇതിന് സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നമുക്ക് അങ്ങനെയാണ് ആവശ്യം. അപ്പോൾ PNG ഫോർമാറ്റിൽ ചെയ്യാം. ഞാനിത് ആദ്യത്തെ ഐക്കൺ ഞാൻ ചെയ്തു, അത് സേവ് ചെയ്തിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇത് വളരെ വലുതാണ്, നമുക്ക് ഇത്രയും വലിയൊരു ഐക്കൺ ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ട് വേണം. അപ്പോൾ ഞാനിതിൻ്റെ വിഡ്ത്ത് കുറച്ചിട്ട് ഒരു 90 ആക്കാം. അത്യാവശ്യം ചെറുതായി. ഓൾറൈറ്റ്, ഇനി ഇതുപോലെ ബാക്കിയുള്ള ഐക്കൺസും ഇതിലോട്ട് ലോഡ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ശരിയായ പേരുകൾ നിങ്ങൾ കൊടുക്കുക. ആർച്ചസ്, രണ്ടാമത്തത് എന്താണ് പേര്, ഓഫീസ് ബിൽഡിംഗ് സിമ്പിൾ,
ഓഫീസ് ബിൽഡിംഗ് സിമ്പിൾ ബോട്ടിംഗ് എയർപ്ലെയിൻ എന്താ ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി അവിടുത്തെ എന്താ ട്രാവലിംഗ് ട്രെയിൻ ട്രാവലിംഗ് ഇങ്ങനെ നമ്മൾ ആവശ്യമായ ഐക്കൺസ് നമ്മളിവിടെ കൊടുത്തു. ഓക്കെ സെറ്റായി. ഇനി എന്താ വേണ്ടത്? ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ഇച്ചിരി വലുതാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള കണ്ടെയ്നർ റൈറ്റ് സൈഡിലിരിക്കുന്ന കോളം നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കോളത്തുമായിട്ട് യോജിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന കോളമാണ് പേരൻറ്റ്, അതിൻ്റെ ഹൈറ്റിലാണ് നമുക്ക് റൈറ്റ് സൈഡ് വേണ്ടത് അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന ഈ കോളം 9 എന്ന് പറയുന്ന സാധനത്തിന് അതിനകത്തുള്ള ഈ റോയ്ക്ക് ഞാൻ H100 എന്ന് പറയുന്ന കോളം കൊടുക്കുന്നു. അപ്പോൾ H100 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 100% ആക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ റോയ്ക്ക് അതായത് അതിൻ്റെ പേരൻറ്റ് ഈ റോയ്ക്കിൻ്റെ പേരൻറ്റ് എന്താണ്? ഈ കോളം 9. ഈ കോളം 9ൻ്റെ ഹൈറ്റ് എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നതിൻ്റെ. സോ അതിനനുസരിച്ചിട്ട് 100% ആക്കി മാറ്റി. കണ്ടില്ലേ? ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഈ H100 ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ഐക്കൺ ഇങ്ങനെ ഒത്ത നടുക്കായിട്ട് വരണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഹൗ ടു മേക്ക് എലമെൻറ്റ് സെൻറ്റർ ഇൻ ബൂട്ട്സ്ട്രാപ്പ് 4 ഞാൻ നേരത്തെ സെർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഒരുപാട് ആൻസർ കാണും. എപ്പോഴും സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ആൻസർ നോക്കുക, ഡേറ്റ് നോക്കുക. കാരണം പഴയ ആൻസർ ആണെങ്കിൽ അതിൻ്റെ പുതിയ വെർഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? H100 ആക്കി കഴിഞ്ഞിട്ട് സെൻറ്റർ ആക്കാൻ വേണ്ടി ജസ്റ്റിഫൈ കണ്ടൻസ് സെൻറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ ഞാൻ ഈ ക്ലാസ് ഇതിനകത്ത് കൊണ്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഈ ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ അടിക്കുമ്പോൾ എന്താ പറ്റുക? ജസ്റ്റിഫൈ കണ്ടൻറ് ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ആദ്യം H100 കൊടുക്കണം. അപ്പോൾ dflex എന്ന ക്ലാസ് കൊടുത്തിട്ട് H100 എന്ന ക്ലാസ് കൊടുക്കുക. രണ്ടാമത്തെ കണ്ടെയ്നർ ഞാൻ H100 കൊടുക്കുമ്പോൾ ശരിയാവുന്നില്ല. നമുക്ക് 2 റോ ഉള്ളത് കൊണ്ട് H50 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 റോയ്ക്കുള്ള സ്പേസ് വരും. ഓക്കെ ഞാൻ ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഐക്കൺ ഒത്ത നടുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഇനി ലൈൻ ഐറ്റംസ് സെൻറ്റർ നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ? ഈ ജസ്റ്റിഫൈ കണ്ടൻറ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റും റൈറ്റിൻ്റെയും നടുക്ക് വരും. അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് പറയുമ്പോൾ ടോപ്പ് ബോട്ടം അതിൻ്റെ നടുക്ക് വരും. അപ്പോൾ ഇതേ ക്ലാസ് നമുക്ക് എല്ലാത്തിനും വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓൾറൈറ്റ് ഏകദേശം ഒരു പാറ്റേണിൽ നമ്മൾ എത്തിയില്ലേ? നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെക്ഷൻ വന്നു. ഈ ബട്ടൺ വളരെ ലൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കളർ ഒത്തിരി മാറ്റാൻ പോകണം. ബട്ടൺ പ്രൈമറിക്ക് പകരം ബട്ടൺ വാണിംഗ് കൊടുക്കാം. അത് വാണിംഗ് യെല്ലോ കളറാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കാണും. ഓക്കെ ഇനി ഇതിൻ്റെ ടോപ്പിലും ബോട്ടമിലും തീരെ സ്പേസ് ഇല്ല. നമുക്കപ്പോൾ ഈ ടെക്സ്റ്റിന് ഒരു ഇച്ചിരി പാഡിങ് കൊടുക്കാം. അപ്പോൾ ഈ കോളം 3ക്ക് ഞാനൊരു P3 എന്ന് പറയുന്ന ഒരു പാഡിങ് കൊടുക്കാൻ പോവാണ്. പാഡിങ് എന്ന് വെച്ചാൽ ഒരു ഡിവിൻ്റെ അകത്തും ഒരു ഡിവും അതിനകത്തുള്ള കണ്ടൻസിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് പാഡിങ്. ഒരു ഡിവും വേറൊരു ഡിവും തമ്മിലുള്ള സ്പേസ് ആണ് മാർജിൻ. എന്ന് വെച്ചാൽ ഇതും തമ്മിലുള്ള ഈ സ്പേസ് മാർജിനാണ്. ഇതും ഇതിൻ്റെ ഈ ബോർഡറും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, അത് പാഡിങ് ആണ്. ഈ P3 P5 ആക്കി കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ കാണും. പക്ഷേ ഈ ടെക്സ്റ്റ് കുറച്ചും കൂടി അകത്തോട്ട് പോകും. കണ്ടില്ലേ? P5 ഇത് വളരെ വലുതായത് ഭംഗിയില്ല. ഞാൻ P3 മടങ്ങാണ്. ഓക്കെ അപ്പോൾ ഏകദേശം നമുക്കൊരു സ്ട്രക്ചറായി കിട്ടി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടെക്സ്റ്റ് വന്നു, റൈറ്റ് സൈഡിൽ ഇങ്ങനെ 3 കോളങ്ങൾ വന്നു, ഇത് വന്നു. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്ത് കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെ മൗസ് കർസർ പോകുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് വരും. നമുക്കത് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒരു ഇമേജ് വരണം, ഈ കളർ അല്ലാണ്ട്. അപ്പോൾ ആദ്യം അത് നമ്മൾ സ്റ്റൈലിലാണ് ചെയ്യാൻ പോണത്. നമുക്ക് സ്റ്റൈൽ CS പോവാം. ഓരോ ഐറ്റംസിനും പ്രത്യേകം ഇമേജാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെർട്ടീസ് ബ്രിഡ്ജ്, ആദ്യത്തെ ബ്രിഡ്ജ് അല്ലേ? എക്സ്പെർട്ടീസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ അപ്പോൾ CSS കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് വേണ്ടത്. URL എന്ന് പറഞ്ഞിട്ട് അവിടെ ഇമേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ IMG
ഞാൻ പുതിയ ഇമേജ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നില്ല. നേരത്തെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇമേജ്, ഈ സ്ലൈഡർ വണ്ണിൻ്റെ ഇമേജ് തന്നെ ഞാൻ കൊടുക്കാൻ പോവാണ്. slider1.jpg image dot slider1.jpg image slider1.jpg. അപ്പോൾ CSS കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഇതും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതും കൊടുത്തു കഴിഞ്ഞിട്ട് നോ റിപ്പീറ്റ് എന്നും കൂടി കൊടുക്കുന്നു. നോ റിപ്പീറ്റ് ഞാൻ ഇമേജസ് സൈസ് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സേവ് ചെയ്തല്ലേ, സേവ് ചെയ്തു. എന്നിട്ട് ഈ എക്സ്പെർട്ടീസ് ബ്രിഡ്ജ് എന്നുള്ള ക്ലാസ് നമ്മുടെ ഈ ഇൻഡെക്സിലെ എക്സ്പെർട്ടീസ് ബ്രിഡ്ജിനകത്തോട്ട് കൊടുക്കാം. എക്സ്പെർട്ടീസ് ബ്രിഡ്ജ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഹവർ ചെയ്യും. ഒരു കാര്യം കൂടിയുണ്ട്, ഇമേജ് വരുന്നില്ലല്ലോ. എന്താ ഒരു കാര്യം, ഈ CSS ഫയല് നിങ്ങളുടെ, അതായത് CSS ഫയല് വേറൊരു ഫോൾഡറിനകത്താണുള്ളത്. അപ്പോൾ ആദ്യം ആ ഫോൾഡറിനകത്ത് പുറത്തോട്ട് പോകണം. അപ്പോൾ അതിന് നിങ്ങളുടെ ഈ ഇതിനകത്തല്ലേ, ഇപ്പോൾ ഇൻഡെക്സിൽ കൊടുക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഇമേജ് ഐക്കൺസ് എന്ന് കൊടുത്താൽ മതി. പക്ഷേ CSSൽ കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ 2 ഡോട്ട് ഇടണം. ഈ 2 ഡോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അവരോട് പറഞ്ഞ് ആദ്യം CSSൻ്റെ പുറത്തോട്ട് പോവുക, എന്നിട്ട് ഇമേജിൻ്റെ ഫോൾഡറിലോട്ട് പോവുക, എന്നിട്ട് അവിടെ നിന്ന് ഇമേജ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം ഞാൻ എക്സ്പെർട്ടീസ് ബ്രിഡ്ജിൽ ഡയറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത കളർ ഒഴിവായിട്ട് പകരം ബാക്ക്ഗ്രൗണ്ട് പകരം നമുക്ക് അങ്ങനെയല്ല വേണം. നമുക്കത് മൗസ് ഹവർ ചെയ്യുമ്പോൾ, അതായത് ഇതിട്ട് ഈ ഒരു കോളനിട്ട് ഹവർ എന്ന് കൊടുത്താൽ മൗസ് ഹവർ ചെയ്യുമ്പോഴായിരിക്കും ആ ഇമേജ് വരിക. കണ്ടില്ലേ? ഓക്കെ, ഞാൻ അടുത്തത് എന്താ, ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡർ ഇമേജ് വളരെ വലുതാണ്, അതുകൊണ്ടാണ് ഈ സ്ലൈഡർ ഇമേജിൻ്റെ ഒരു പോർഷൻ മാത്രം കാണുന്നത്. അപ്പോൾ ആദ്യം അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സൈസ് കൊടുക്കാം, എന്നിട്ട് കവർ എന്ന് കൊടുക്കാം. കവർ എന്ന് പറഞ്ഞാൽ മൊത്തം ഇമേജ് ഇവിടെ കാണും. കണ്ടില്ലേ, ഇപ്പോൾ മൊത്തം ഇമേജ് വന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ എന്താ പറ്റണമെന്ന് നോക്ക്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വളരെ ബ്രൈറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വളരെ ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 2 ടൈപ്പിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആ ഇമേജസിനെ മാനുവലായിട്ട് പോയി ഫോട്ടോഷോപ്പ് ചെയ്ത് ബ്ലർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കോഡിങ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഹൗ ടു മേക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് opacity change, CSS image opacity change, opacity 0.5. ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ പറ്റുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒപ്പാസിറ്റി കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ മുകളിലിരിക്കുന്ന ഈ ഐക്കണിൻ്റെയും കളർ മാറുന്നുണ്ട്. നമുക്ക് അങ്ങനെയല്ല ആവശ്യം, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജിൻ്റെ കളർ മാത്രമാണ്. ഇങ്ങനെ പല സ്പെസിഫിക് റിക്വസ്റ്റും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുക ആ സ്പെസിഫിക് ക്വരിയുമായിട്ട്. നമ്മുടെ ഇതെന്താ, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒപ്പാസിറ്റി വിത്തൗട്ട് എഫക്റ്റിംഗ് ടെക്സ്റ്റ്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വരീസ് കൊടുത്താൽ അതിനുള്ള ആൻസേഴ്സ് വരും. ഞാൻ നേരത്തെ കണ്ടൊരു ആൻസറാണിത്. ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനകത്ത് ഈ ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്, അതായത് അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ വരും. ഇതെന്താണെന്ന് ഞാൻ അന്വേഷിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞാനിത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ റീഫ്രഷ് ചെയ്യാണ്. ലീനിയർ ഗ്രേഡിയൻറ്റ്. ഓക്കെ, നമ്മൾക്ക് ആവശ്യമായ പോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ബ്ലറായി, ഫ്രണ്ട് ഇരിക്കുന്ന ഐക്കൺ അതേപോലെയുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോന്നിനും ഇമേജസ് കൊടുക്കണം. എക്സ്പെർട്ടീസ്. അപ്പോൾ നമുക്ക് 6 കോളങ്ങളാണ് ഉള്ളത്. അപ്പോൾ 6 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. 1 2 3 4 5 6. അപ്പോൾ ആദ്യത്തത് ബ്രിഡ്ജായിരുന്നു, രണ്ടാമത്തത് ബിൽഡിംഗ് ആണ്, മൂന്നാമത്തത് റോഡാണ്, പിന്നെ ബോട്ട്, പ്ലെയിന്, ആറാമത്തതാണെങ്കിൽ റെയിലാണ്. വേറെ വേറെ ഇമേജസ് കൊടുക്കാൻ ഞാൻ തൽക്കാലം നമ്മുടെ കയ്യിൽ നേരത്തെ സ്റ്റോക്കുള്ള ഇമേജസ് തന്നെ കൊടുക്കാൻ പോവാണ്. എന്താണിത്, സ്ലൈഡർ 1, സ്ലൈഡർ 2, സ്ലൈഡർ 3, എബൌട്ട് ലോഗോ, സ്ലൈഡർ 2, സ്ലൈഡർ 3, അബൌട്ട്
ലോഗോ JPG അല്ല PNG ആണ്. അപ്പോൾ ഞാനത് മാറ്റി PNG ആക്കി. വീണ്ടും സ്ലൈഡർ ഒന്ന്. ഓക്കെ, നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്യട്ടെ. ഇതിൻ്റെ ക്ലാസ്സസിനെ ഇവിടെ പോയി കൊടുക്കണം. എക്സ്പെർട്ടീസ് ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. നമ്മളിത് മാറ്റിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ നമ്മൾ ചെയ്തു വെച്ച ക്ലാസ് പോയി കൊടുക്കണം. ബ്രിഡ്ജ്, ബിൽഡിംഗ്, റോഡ്, ബോട്ട്, പ്ലെയിൻ, റെയിൽ. ഓക്കെ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ബിൽഡിങ് മാത്രം വർക്ക് ചെയ്യുന്നില്ല. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. എക്സ്പെർട്ടീസ് ബിൽഡിംഗ്, എക്സ്പെർട്ടീസ് BUI. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബിൽഡിംഗ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പോലെ വരെ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. ഇനി ഇതൊന്ന് മൊബൈലിൽ എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. മൊബൈലിൽ ആ കൂടി മെസ്സി ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ പ്രശ്നം നമ്മുടെ ഈ ഇന്നലെ ചെയ്ത പോലെ ഈ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് മുകളിലും അടുത്ത കോളം താഴെയുമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് ഈ കോളം ആദ്യം മൊബൈലിലാണെങ്കിൽ കോളം 12 കാണിക്കുക. മീഡിയം സ്ക്രീനിലെത്തുമ്പോഴാണ് 3 ആയിട്ട് മാറ്റേണ്ടത്. ഓക്കെ, അത് ചെയ്തു. അടുത്തെന്താണ്? ഇതും അതേപോലെ കോളം 12 വരേണ്ടത്. മൊബൈൽ സ്ക്രീനിലെത്തുമ്പോഴാണ് കോളം 9 മാറ്റേണ്ടത്. അതും കഴിഞ്ഞു. ഓൾറൈറ്റ്, ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കഴിഞ്ഞു. കണ്ടില്ലേ? ഈ ഐക്കൺസ് ഇത്തിരി വലുതാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഈ ഐക്കൺസ് ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി സ്പേസ് കൊടുക്കാൻ പോകണം ഓരോ ഐക്കണിനകത്തും. ഒരു പാഡിങ് 3 എന്ന് വെച്ചാൽ ആ ഐക്കൺ അതിൻ്റെ ബോർഡറുമായി കുറച്ച് അകത്തോട്ട് പോയിക്കോളും. ഓക്കെ, എല്ലാത്തിനും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ബ്രീത്തിങ് സ്പേസ് അവിടെ വന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ സെക്ഷനും കഴിഞ്ഞു. ഓൾറൈറ്റ്, ലെഫ്റ്റ് സൈഡിൽ ഇത് വന്നു, റൈറ്റ് സൈഡിൽ ഇത് വന്നു. ഓക്കെ, ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഈ സെക്ഷനും കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി അടുത്ത സെക്ഷൻ എന്താണ്? അടുത്ത സെക്ഷൻ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോകും. ഓൾറൈറ്റ്, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലെന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാൻ ഞാൻ പറയുന്നതായിരിക്കും. ഓൾറൈറ്റ്, അത്രയേ ഉള്ളൂ. താങ്ക്സ്.